ഇവിടെ ഒരു ചോക്ലേറ്റ് ഫാക്ടറിയിലെ ഓണർ ചോക്ലേറ്റ് ഫാക്ടറിയിലെ 5 ചോക്ലേറ്റിൽ മാത്രം ഗോൾഡൻ ടിക്കറ്റ് വെച്ച് അത് പാക്ക് ചെയ്ത് ലോകം മൊത്തം എല്ലായിടത്തും അയക്കുന്നു. അയച്ചിട്ട് ആ 5 ഗോൾഡൻ ടിക്കറ്റ് കണ്ടുപിടിക്കുന്ന കുട്ടികൾക്ക് ആരും പ്രതീക്ഷിക്കാത്ത കുറേ ഗിഫ്റ്റ് കൊടുക്കും. അതുമാത്രമല്ല, ആരും അകത്ത് വന്ന് കാണാത്ത എൻ്റെ ചോക്ലേറ്റ് ഫാക്ടറിയെ അവർക്ക് ഞാൻ കാണിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ ചോക്ലേറ്റ് സെയിൽസ് ആകാൻ തുടങ്ങുന്നു. ഇത് TV ന്യൂസിൽ എല്ലാം കാണിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം വണ്ണമുള്ള ഒരു ചെറുക്കൻ ആ ചോക്ലേറ്റ് വാങ്ങി കഴിക്കുന്നു. അതിൽ ആ ഗോൾഡൻ ടിക്കറ്റ് ഉണ്ട്. ഇവനാണ് ആ 5 ഗോൾഡൻ ടിക്കറ്റിൽ ഫസ്റ്റ് ടിക്കറ്റ് കണ്ടുപിടിച്ചത്. രണ്ടാമത് നോക്കിയാൽ ഒരു പണക്കാരൻ്റെ മകൾക്കാണ് ആ ഗോൾഡൻ ടിക്കറ്റ് കിട്ടിയത്. ഇവൾക്ക് ഈ ടിക്കറ്റ് കഷ്ടപ്പെട്ടൊന്നുമല്ല കിട്ടിയത്. ഇവളുടെ അച്ഛൻ പണക്കാരനായതുകൊണ്ട് 1000 കണക്കിന് സ്റ്റാഫ്സിനെ ജോലിക്ക് വെച്ച് ആ ചോക്ലേറ്റ് എല്ലാം മേടിച്ച് കൊടുത്ത് എല്ലാം അഴിച്ചു നോക്കാൻ പറഞ്ഞ് ആ ടിക്കറ്റ് കണ്ടുപിടിച്ച് ആ മകൾക്ക് കൊടുക്കുന്നു. മൂന്നാമത് നോക്കിയാൽ സ്പോർട്സിൽ വേൾഡ് റെക്കോർഡ് ചെയ്ത കൊച്ചു പെണ്ണിന് ആ ഗോൾഡൻ ടിക്കറ്റ് കിട്ടുന്നു. ആ പെണ്ണ് ഞാൻ നേടാൻ ജനിച്ചവളാണ്, അതുകൊണ്ടാണ് എനിക്ക് ഈ ടിക്കറ്റ് കിട്ടിയതെന്ന് പറഞ്ഞ് ഓവർ ബിൽഡപ്പ് കൊടുക്കുന്നു. നാലാമത് ഒരു ബുദ്ധിമാനായ ഒരു പയ്യന് കിട്ടുന്നു. ആ പയ്യൻ ഞാൻ കുറേ കാൽക്കുലേഷൻസ് ഇട്ട് ഒരു ചോക്ലേറ്റ് നോക്കിയപ്പോഴേ എനിക്ക് ഈ ടിക്കറ്റ് കിട്ടിയെന്ന് പറയുന്നു. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ ചോക്ലേറ്റ് ഇഷ്ടമല്ല, ഒരു വായ് പോലും കഴിച്ചില്ലെന്ന് മീഡിയക്കാരോട് പറയുന്നു. ലോകത്തിലുള്ള എല്ലാവരും ഈ 5ാമത്തെ ടിക്കറ്റ് ആർക്കാണ് കിട്ടുന്നതെന്ന് മത്സരിച്ച് ഒത്തിരി ചോക്ലേറ്റ് വാങ്ങിക്കാൻ തുടങ്ങുന്നു. ഇങ്ങനെ ഉള്ളപ്പോൾ ചാർലി എന്ന് പറയുന്ന പാവം പിടിച്ച വീട്ടിലെ കുട്ടിപ്പയ്യൻ റോഡിൽ നടന്നു പോകുമ്പോൾ താഴെ നിന്നൊരു 10 രൂപ കിട്ടുന്നു. ഉടനെ അത് എടുത്തുകൊണ്ട് പോയി അടുത്തുള്ള കടയിൽ നിന്ന് ആ 10 രൂപ കൊടുത്ത് ചോക്ലേറ്റ് വാങ്ങിക്കുന്നു. നോക്കിയാൽ ആ ചോക്ലേറ്റിൽ ആ ഗോൾഡൻ ടിക്കറ്റ് ഉണ്ട്. അത് കണ്ടപ്പോഴേ അവന് സന്തോഷമായി. അപ്പോൾ കടയിൽ വന്ന 2 പേര് ഞങ്ങൾക്ക് ആ ഗോൾഡൻ ടിക്കറ്റ് തന്നാൽ ഞങ്ങൾ നിനക്ക് ഒത്തിരി പണം തരുമെന്ന് പറഞ്ഞ് അവനെ ബ്രെയിൻ വാഷ് ചെയ്യുന്നു. അപ്പോൾ ആ കടയുടെ ഓണർ നീ ഈ ഗോൾഡൻ ടിക്കറ്റ് എടുത്ത് വീട്ടിലോട്ട് പോ, ഇല്ലെങ്കിൽ വേറെ ആരെങ്കിലും അത് തട്ടിപ്പറിക്കുമെന്ന് പറയുന്നു. ഉടനെ ചാർലി അത് എടുത്തോണ്ട് പോയി അവൻ്റെ അപ്പൂപ്പൻ്റെ അടുത്ത് കാണിക്കുന്നു. അത് കണ്ട ഉടനെ അപ്പൂപ്പൻ ഹാപ്പിയാകുന്നു. അത് കഴിഞ്ഞ് ആ ടിക്കറ്റിൽ എന്തുവാ എഴുതിയിരിക്കുന്നതെന്ന് വായിക്കുന്നു. അതിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: സെലക്റ്റായ 5 കുട്ടികളുടെ കൂടെയും അവരുടെ കുടുംബത്തിൽ നിന്ന് ഒരാൾക്ക് ഫാക്ടറിക്കകത്ത് കയറാം. പിന്നെ 5 കുട്ടികളും തിരിച്ച് വീട്ടിൽ പോകുമ്പോൾ അവർക്ക് വലിയ ട്രക്ക് നിറച്ച് ചോക്ലേറ്റും കൊടുക്കും. അതുമാത്രമല്ല, ആ 5 കുട്ടികളിൽ നിന്ന് ഒരു കുട്ടിയെ മാത്രം സെലക്ട് ചെയ്ത് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് കൊടുക്കുമെന്നും ഇട്ടിരിക്കുന്നു. ഇതെല്ലാം കേട്ട ചാർലിയുടെ അപ്പൂപ്പൻ ഞാനാണ് ആ ചോക്ലേറ്റ് ഫാക്ടറിയിൽ പോകുന്നതെന്ന് പറയുന്നു. ഇപ്പോൾ ആ ഫാക്ടറിയുടെ ഗേറ്റ് ഓപ്പൺ ആകുന്നു. ആ 5 കുട്ടികളും അവരുടെ കുടുംബത്തിലെ ഒരാളെയും കൂട്ടിയിട്ട് ഫാക്ടറിക്കകത്ത് പോകുന്നു. അപ്പോൾ അവിടെ ആ ഫാക്ടറിയുടെ ഓണർ വന്ന് ചോക്ലേറ്റ് കൊണ്ട് സെറ്റ് ചെയ്ത ഒരു കാട്ടിനുള്ളിൽ അവരെ കൊണ്ടുപോകുന്നു. അത് കണ്ട ഉടനെ അകത്ത് പോയ എല്ലാവർക്കും അത്ഭുതമാകുന്നു. ഉടനെ വണ്ണമുള്ള കൊച്ചു ചെറുക്കൻ പോയി എല്ലാം കഴിക്കാൻ തുടങ്ങുന്നു. ആ ഫാക്ടറിക്കകത്ത് വർക്കേഴ്സ് ആരുമില്ല, പക്ഷെ കുട്ടിയായിട്ടുള്ള മനുഷ്യസ് മാത്രം ജോലി ചെയ്യുന്നു. ഇത് കണ്ട പണക്കാരൻ്റെ മകള് ഫാക്ടറിയുടെ ഓണറിൻ്റെ അടുത്ത് ഇതെല്ലാം ആരാണെന്ന് ചോദിക്കുന്നു. അതിന് അയാൾ ഇവരെല്ലാം ഞാൻ ഒരു കാട്ടിൽ നിന്നാണ് കണ്ടുപിടിച്ചത്, അവിടെ നിന്നാണ് ഇവരെ കൊണ്ടുവന്നത്, ഇവരെല്ലാം നല്ല രീതിയിൽ ജോലി ചെയ്യുമെന്നും പറയുന്നു. ആ സമയത്ത് വണ്ണമുള്ള പയ്യൻ ചോക്ലേറ്റ് കഴിച്ചത് തികഞ്ഞില്ലെന്ന് പറഞ്ഞ് ചോക്ലേറ്റ് റിവറിനുള്ളിൽ ചോക്ലേറ്റ് കുടിക്കാമെന്ന് പറഞ്ഞു പോയി. അവൻ സ്ലിപ്പായി ആ റിവറിൽ തന്നെ വീണ്. ഇപ്പോൾ ഒരു പൈപ്പ് വന്ന് ചോക്ലേറ്റ് എല്ലാം വലിച്ചെടുക്കുന്നു. കൂടെ ഇവനെയും വലിച്ചെടുക്കുന്നു. ഇതെല്ലാം കണ്ട വണ്ണമുള്ള പയ്യൻ്റെ അമ്മ മകനെ എങ്ങനെയും രക്ഷിക്കണമെന്ന് പറഞ്ഞ് ഫാക്ടറി ഓണറിൻ്റെ അടുത്ത് പറയുന്നു. ഓണറും കുട്ടി മനുഷ്യനെ വിളിച്ച് ആ പയ്യനെ രക്ഷപ്പെടുത്തി അവൻ്റെ അമ്മയുടെ അടുത്ത് ഏൽപ്പിക്കാൻ പറഞ്ഞു വിടുന്നു. അത് കഴിഞ്ഞ് ബാക്കിയുള്ളവരെ വിളിച്ച് ബോട്ടിൽ വേറെ ഒരു സ്ഥലത്ത് പോകുന്നു. ആ സ്ഥലം കാണാൻ ലാബ് പോലെ ഉണ്ട്. ഓണർ ഇവിടെയുള്ള ഒന്നും കഴിക്കരുതെന്ന് പറയുന്നു. പക്ഷെ ഇതൊന്നും ശ്രദ്ധിക്കാതെ സ്പോർട്സിൽ വേൾഡ് റെക്കോർഡ് മേടിച്ച പെണ്ണ് അവിടെയുള്ള ബബിൾക്കം എടുത്ത് കഴിക്കുന്നു. അതുകൊണ്ട് അവളുടെ ശരീരം മൊത്തം ബ്ലൂ കളറിലായി ഒരു ബലൂൺ പോലെ വലുതാകാൻ തുടങ്ങി. ഇത് കണ്ട അവളുടെ അമ്മ എൻ്റെ മകളെ പഴയതുപോലെ ആക്കി തരാൻ പറയുന്നു. ഫാക്ടറിയുടെ ഓണർ കുട്ടി മനുഷ്യനെ വിളിച്ച് ആ പെണ്ണിനെ പഴയതുപോലെ ആക്കി അവളുടെ അമ്മയുടെ അടുത്ത് കൊണ്ടുവരാൻ പറയുന്നു. അത് കഴിഞ്ഞ് ഫാക്ടറിയുടെ ഓണർ ബാക്കിയുള്ളവരെ വിളിച്ചുകൊണ്ട് വേറെ ഒരു സ്ഥലത്തോട്ട് പോകുന്നു. അവിടെ നോക്കിയാൽ ഫുള്ളും അണ്ണാനുകളാണ് ജോലി ചെയ്യുന്നത്. അവിടെയുള്ള നട്ട്സ് എല്ലാം ഏതാണ് നല്ല നട്ട്സ് ഏതാണ് ചീത്ത നട്ട്സ് എന്ന് നോക്കി മാറ്റിയിടുന്നു. അപ്പോൾ അവിടെയുള്ള പണക്കാരൻ്റെ മകള് എനിക്ക് അതിൽ നിന്ന് ഒരു അണ്ണാനെ വേണമെന്ന് പറയുന്നു. അതിന് ഓണർ അണ്ണാനെ ഒന്നും ഞങ്ങൾ വിൽക്കുന്നില്ലെന്ന് പറയുന്നു. പക്ഷേ അയാൾ പറയുന്നത് ആ പെണ്ണ് കേൾക്കാതെ ഒരു അണ്ണാനെ പിടിക്കാൻ വേണ്ടി ഇറങ്ങുന്നു. അപ്പോൾ അവിടെയുള്ള അണ്ണാനുകളെല്ലാം ഇവൾ നട്ട്സ് ആണോ അതോ വേറെ എന്തെങ്കിലും ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. ഇവൾ നട്ട്സ് അല്ല എന്ന് മനസ്സിലായപ്പോൾ അണ്ണാനുകളെല്ലാം വേസ്റ്റ് ഇടുന്ന ഏരിയ ഉണ്ട്, അങ്ങോട്ട് അവളെ വലിച്ചെറിയുന്നു. ഇത് കണ്ട അവളുടെ അച്ഛൻ അവളെ വലിച്ചെറിഞ്ഞ സ്ഥലത്തോട്ട് നോക്കിക്കൊണ്ട് നിൽക്കുന്നു.
അപ്പോൾ ഒരണ്ണാൻ വന്ന് ചവിട്ടി അവരും അതിലകത്ത് വീഴുന്നു. അത് കഴിഞ്ഞ് ഫാക്ടറി ഓണർ ബാക്കിയുള്ളവരെ കാണാൻ പ്രത്യേകതയുള്ളയിടത്ത് ലിഫ്റ്റിൽ കൊണ്ടുപോകുന്നു. അവിടെ ഉള്ളവർ TV വഴി ചോക്ലേറ്റ്സ് എല്ലാം ടെലിപോർട്ടിംഗ് ചെയ്യുന്നു. ഇത് കണ്ട ബുദ്ധിശാലിയായ പയ്യൻ വിശ്വസിക്കാതെ ആ ടെലിപോർട്ടിംഗ് മെഷീനിൽ പോയി നിൽക്കുന്നു. അതുകൊണ്ട് ടെലിപോർട്ടായി കുട്ടിയായി TVക്കകത്ത് പോയി നിൽക്കുന്നു. ഇത് കണ്ട പയ്യന്റെ അച്ഛൻ എൻ്റെ മകനെ എങ്ങനെയും രക്ഷിക്കാൻ പറയുന്നു. നമ്മുടെ ഓണർ ഉടനെ കുട്ടി മനുഷ്യരെ വിളിച്ച് ആ പയ്യനെ രക്ഷിക്കാൻ പറയുന്നു. അവസാനം നമ്മുടെ ചാർലി മാത്രമുള്ളൂ. അതുകൊണ്ട് ഓണർ അവൻ്റെ അടുത്ത് വന്ന് മറ്റു കുട്ടികളെല്ലാം എടുത്തു ചാടി മണ്ടത്തരങ്ങൾ കാണിച്ച്, നീ മാത്രം ക്ഷമയോടെ ഇരുന്ന് നിനക്കാണ് ബുദ്ധിയുള്ളതും അതുകൊണ്ട് നീയാണ് ജയിച്ചതെന്നും നിനക്കാണ് ഗിഫ്റ്റ് ഉള്ളതെന്നും പറയുന്നു. ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് അവനെയും അവൻ്റെ അപ്പൂപ്പനെയും കൊണ്ട് ലിഫ്റ്റിൽ കയറി ഒരു ബട്ടൺ അമർത്തുന്നു. ഉടനെ ആ ലിഫ്റ്റ് സീലിംഗും പൊളിച്ച് ആകാശത്തിൽ പറക്കുന്നു. പറന്ന് ചാർലിയുടെ വീട്ടിൽ ചെന്നെത്തുന്നു. ഇപ്പോഴാണ് അയാൾ ആ ഗിഫ്റ്റ് എന്താണെന്ന് പറയുന്നത്. അയാളുടെ ഫാക്ടറി മൊത്തം ചാർലിക്ക് തരുവാണെന്ന് പറയുന്നു. പക്ഷെ അതിലൊരു കണ്ടീഷൻ ഉണ്ട്. അവൻ അവൻ്റെ ഫാമിലിയെ വിട്ടിട്ട് വരണം. അതിന് ചാർലി, നിങ്ങൾ എന്ത് ഗിഫ്റ്റ് കൊടുത്താലും ഞാൻ എൻ്റെ ഫാമിലിയെ മാത്രം വിട്ടിട്ട് വരില്ലെന്ന് പറയുന്നു. അതുകൊണ്ട് ഫാക്ടറി ഓണർ ചാർലിയുടെ വീട് മൊത്തം പൈസ കൊടുത്ത് വാങ്ങിച്ച് അയാളുടെ ഫാക്ടറിക്കുള്ളിൽ വയ്ക്കുന്നു. അതുകൊണ്ട് ചാർലിയുടെ കഷ്ടപ്പാട് അവിടെ തീരുന്നു. ചാർലിയും കുടുംബത്തെ പിരിയാതെ വീട്ടിൽ സന്തോഷത്തോടെ ജീവിക്കുന്നു.